വന്നിരിക്കുന്നു. മന്ത്രി അദ്ദേഹത്തോട് വരാൻ പറയൂ. ഉത്തരവ് മഹാരാജ്. നമസ്കാരം മഹാരാജ്. നമസ്കാരം. വരൂ. എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം? പ്രഭു, മലയാള നാടിന്റെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കഥ സർവ്വലോകത്തും പാട്ടായിരിക്കുന്നു. എന്റെ പ്രജകളുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. അങ്ങ് ധർമ്മിഷ്ഠനും ദാനശീലനുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സാധു ബ്രാഹ്മണന് ഒരു ചെറിയ അപേക്ഷയുണ്ട്. ബ്രാഹ്മണനെ താങ്കൾക്ക് എന്താവശ്യപ്പെട്ടാലും നാം അത് സാധിത്തരും. എന്തും താങ്കൾക്ക് ചോദിക്കാം. പ്രഭു, അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി. നമുക്ക് വെറും 3 അടി മണ്ണ് മാത്രം മതി. 3 അടി മണ്ണോ? എടുത്തുകൊള്ളുക. എത്ര ഭൂമിയാണെങ്കിലും താങ്കൾ കളഞ്ഞെടുക്കാം. പ്രഭു, നാം 2 അടി അളന്നു കഴിഞ്ഞു. 3ാമത്തെ അടി നാം എവിടെയാണ് അളക്കുക? മൂന്നാമത്തെ അടിയാണ് നമ്മുടെ ശിരസിൽ അളന്നുകൊള്ളുക. മഹാബലി, നാം മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. താങ്കളുടെ ധർമ്മിഷ്ഠതയിൽ നാം സംപ്രീതനാണ്. പാതാളയാത്രയ്ക്ക് മുമ്പായി താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത്? പ്രഭു, നാം നമ്മുടെ പ്രജകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. വർഷത്തിലൊരിക്കൽ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നമ്മെ അനുവദിക്കണം. അങ്ങ് മഹാനായ ചക്രവർത്തിയാണ്. പൊന്നിൻ ചിങ്ങമാസത്തിൽ തിരുവോണനാള് അങ്ങേക്ക് പ്രജകളെ സന്ദർശിക്കാൻ കഴിയും. Manushya